നമസ്കാരം, ഞാൻ മുഹമ്മദ് ജാസിം, മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് ട്രെയിനർ. നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും നന്മയിലൂടെ മക്കളുടെ മുന്നിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി നമ്മുടെ മക്കളിലൂടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. മക്കളിലൂടെ ഏറ്റവും നല്ലൊരു സമൂഹത്തെ, ഒരു ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്? അച്ഛനും അമ്മയും നന്മയിലൂടെ മക്കളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്നാൽ പല സ്ഥലങ്ങളിലും അച്ഛനും അമ്മയും മക്കളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിൽ ശരിയായ രീതി എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഏറ്റവും നല്ല ഹസ്ബൻഡ് വൈഫുമാണ്. പല സ്ഥലങ്ങളും നമ്മൾ ഏറ്റവും നല്ല ഹസ്ബൻഡ് വൈഫ്, പക്ഷേ മക്കളുടെ മുന്നിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ ക്യാരക്ടറിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് മക്കൾക്ക് വലിയ രീതിയിലുള്ള ദോഷമുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മക്കളിൽ ഇപ്പോൾ 2024 ആയ ഒരു പുതിയ വർഷം വന്നു നമ്മുടെ മുന്നിൽ. നമ്മൾ ഒരുപാട് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട്, മക്കളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്ലാൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചോദ്യം, നമ്മുടെ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് എന്ത് മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാവുക. തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നൊരു കാര്യം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളിൽ വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതെന്താണ്? മക്കളുടെ മുന്നിൽ ഇന്ന് മുതൽ നല്ല രക്ഷിതാക്കളായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതിൽ ഓരോ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യനോട് ഭാര്യ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പെരുമാറുന്ന രീതി, നിങ്ങൾ സംസാരിക്കുന്ന രീതി, ഇടപഴകുന്ന രീതി, നിങ്ങളുടെ പ്രണയം, അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങൾ സംസാരിക്കുമ്പം നിങ്ങളുടെ തൊട്ടടുത്ത്, എന്ന് വെച്ചാൽ ഇപ്പം ഭാര്യയും ഭർത്താവും നമ്മൾ സംസാരിക്കുമ്പോൾ ഭാര്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ ഭാര്യ എന്തെങ്കിലും വിളിച്ചു പറയുന്ന സ്വഭാവം ഭാര്യയ്ക്കുണ്ടെങ്കിൽ, ഇനി മുതൽ അങ്ങനെ പറയുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കുട്ടികളുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് ഭർത്താവിനോട് നിങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല. ആ സമയത്ത് അത് നിർബന്ധമാണെന്ന് കൺട്രോൾ ചെയ്യണം. ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് അല്ലാതെ സമയത്ത് സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മക്കളുടെ മുന്നിൽ വെച്ച് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതുപോലെ ഭർത്താവിന് എന്തെങ്കിലും ഭാര്യയുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് പ്രഷർ വന്ന് അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ, മക്കളുണ്ടോ നിങ്ങളുടെ ഫേസിൽ പോലും ഭാര്യനോടുള്ള ദേഷ്യം വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായ നമ്മുടെ മക്കളുടെ മുന്നിൽ മനോഹരമായി സന്തോഷത്തോടു കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. സത്യത്തിൽ ഇത് പല ആൾക്കാരും ചെയ്യാത്തത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു എന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു മാറ്റം കൊണ്ട് തന്നെ നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ വളരെ വലുതാണ്. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ, അവരുടെ ക്യാരക്ടറിൽ വലിയ മാറ്റം ഈ ഒരൊറ്റ കാരണം കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് എന്ത് ചെയ്യാൻ തയ്യാറാവണം? ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്വഭാവത്തിൽ മക്കളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ തയ്യാറാവണം. ഇതെവിടെയാണ് പൊട്ടിപ്പോകുന്നതെന്ന് വെച്ചാൽ, പല പുരുഷന്മാരും ഈ ഒരു കാര്യത്തിൽ കാര്യമായ പരിഗണന കൊടുക്കുന്നില്ല. അതല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പുരുഷന്മാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഭാര്യയുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നതും നല്ല രീതിയിൽ ഇടപഴകുന്നതും മക്കളുടെ മുന്നിൽ വെച്ച്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും അതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരുന്നു. ഭർത്താവിന് ഈ വിഷയത്തിൽ താല്പര്യമില്ലാതെ വരുമ്പം ഭാര്യയ്ക്കും ഈ വിഷയത്തിൽ താല്പര്യമില്ലാതെ വരുന്നു. പിന്നെ എന്തായിട്ട് മാറുന്നു? മക്കളുടെ മുന്നിൽ വെച്ച് എന്തും പറയാം, എങ്ങനെയും സംസാരിക്കാം, എങ്ങനെ മടി കൂടാം, എങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന ലെവലിലേക്ക് മാറുകയും, അവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പറയാൻ പാടില്ലാത്ത പറയുകയും, അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുകയും മക്കൾ പലതും കണ്ടുവരുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്ന് മുതൽ ഈ ഒരു പുതിയ വർഷത്തിൽ ഒരുപാട് പ്ലാൻ എടുത്ത നിങ്ങളുടെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിനു വേണ്ടി നിർബന്ധമായും ഈ ഒരു കാര്യം തയ്യാറാവുക. എന്താണ്? മക്കളുടെ മുന്നിൽ വെച്ച് നിർബന്ധമായിട്ടും ഒരു തരത്തിലും നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും മക്കൾ കണ്ടു വളരുന്ന സാഹചര്യം വരാത്ത രൂപത്തിൽ മനോഹരമായ സ്നേഹത്തോടു കൂടെ പ്രണയിച്ച് ജീവിക്കുന്ന മക്കൾ കാണാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുട്ടികളിൽ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നൊരു കാര്യമുണ്ട്, മക്കൾ എന്ത് കാര്യവും പറഞ്ഞു കൊടുത്താൽ മക്കളത് ചെയ്യില്ല. പറഞ്ഞു കൊടുക്കുന്നതല്ല മക്കൾ ചെയ്യുക, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് മക്കൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നന്മ കാണിച്ചു കൊടുത്ത്, നല്ല രീതിയിൽ കാണിച്ചു കൊടുത്ത് മക്കൾക്ക് മനോഹരമായി ജീവിക്കാനുള്ള, മക്കളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ടിപ്പ് ഇന്ന് മുതൽ എല്ലാ രക്ഷിതാക്കളും ചെയ്യുക. നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളിലൂടെ ഏറ്റവും മനോഹരമായ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് വാർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.